അതേസമയം സുരേഷ് ഗോപിക്ക് എതിരായ ആരോപണങ്ങൾ മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്, നിയമത്തിന്റെ വഴിയെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോഴാണ് ആരോപണം ഉണ്ടാകുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 2 മാസം ഇനി ഇലക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് 1.5 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജിന്റെ 70,000 വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജിന്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം? അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം ഈ ഇലക്ഷനിലെ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. ഇതിനെല്ലാം നമ്മളെ പൊളിറ്റിക്കലും ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പ് പോയി തെളിവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റിന്റെ പോക്കറ്റിലാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട്, ഒരു അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല? അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം. അത് എന്നോട് ചോദിച്ചൊരു കാര്യമില്ല.